ചേച്ചി. ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടോ? മുന്നേ വന്നിട്ടുണ്ടോ ചേട്ടൻ? അത് ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈം. ഓക്കെ. കുറെ പ്രാവശ്യം വരാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അപ്പത്തേക്ക് എന്റെ ഷൂട്ട് കഴിയാറുണ്ടായിരുന്നു. ഹലോ ചേട്ടൻ, സുഖമല്ലേ ചേട്ടൻ? വീട്ടിൽ 4 പേരും കണ്ണട വെച്ചു. ചേട്ടൻ അധികം സംസാരിക്കാത്ത ആളാണോ? പുറത്തിറങ്ങുമ്പോ അധികം സംസാരിക്കൂല. വീട്ടിനകത്ത് മൊത്തം സംസാരിച്ചോണ്ട്? അല്ല, വീട്ടിന്റെ അകത്ത് ഫോണില് ആണ് അധികം. ചാറ്റിംഗ് ആണ്. അല്ല, ഇൻസ്റ്റാ റീൽസ്. റീല് നമ്മള് റീല് നോക്കിക്കൊണ്ടിരിക്കില്ല മോനെ. അപ്പൊ ഒരു റീല് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എത്ര സെക്കൻഡ് കൊണ്ട് അറിയാൻ പറ്റും? 2 സെക്കൻഡ്. കണ്ടോ, അതാണ് പ്രസന്റ് സീനറിയോ എന്ന് പറയുന്നത്. 2 സെക്കൻഡാണ് ത്രെഷോൾഡ്. ആ 2 സെക്കൻഡില് കൃത്യമായില്ലെങ്കിൽ അപ്പം മാറ്റും. ഇപ്പൊ എന്നെ പോലുള്ള മ്യൂസിക് കമ്പോസേഴ്സിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 2 സെക്കൻഡിനൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുത്താം. അങ്ങനെ പറയരുത്. മറ്റേ ഇതില് ചെയ്തില്ലേ, അതൊക്കെ കിടില ഹുക്ക് ആക്ച്വലി. വെള്ളി നക്ഷത്രത്തിന്റെ പാട്ട് കേൾക്കാറുണ്ടോ ഒരുപാട്? ഏത് ടൈപ്പ് പാട്ടാണ് ഇഷ്ടം? മെലഡി. അനിയൻ പാടിയ ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടെ? ഒന്ന് സഹായിക്കടാ, സ്വന്തം ചേട്ടനല്ലേ. അതെ, അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാത്തിങ്കൾ പൂത്താലി. അപ്പൊ റാത്തിങ്കൾ പൂത്താലിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തായാലും മോൻ വന്നത് വളരെ സന്തോഷം. ദക്ഷന്റെ ചേട്ടൻസിനെ കണ്ടു. വിഘ്നേഷ്. എടേ, നീ ഒരു അധിക പ്രസംഗം നടക്കാൻ വന്നാ? അല്ല, ചെറിയ പ്രസംഗം. ചെറിയ പ്രസംഗം. ഇനി തീവണ്ടിയെ പറ്റി വല്ലതും അവിടെ പ്രസംഗിച്ച? തീവണ്ടിയല്ല. എന്താണ് സബ്ജക്ട്? ഓവർ തിങ്കിങ്. അതാണോ നല്ല സബ്ജക്ട്? അപ്പൊ എത്ര നേരമാണ്? അതും അറിയില്ല. മാക്സിമം ഒരു 1.5 മിനിറ്റ്. 1.5 മിനിറ്റ്. പ്രിയ ബഹുമാനപ്പെട്ട ജഡ്ജസ്, ഗ്രൂമേഴ്സ്, രാകേഷ് അങ്കിൾ, ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്ന ടോപ്പ് ബാൻഡ്, ഡിയർ പേരൻസ്, വെൽ വിഷേഴ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈസ് അബൌട്ട് ഓവർ തിങ്കിങ്. എന്താണ് ഓവർ തിങ്കിങ്? ഞാനിവിടെ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും കൂടി ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ്. ഇവിടെ കയറി എന്തു പറയുമെന്ന് ആലോചിച്ച് ഞാൻ ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ്. എന്നോടൊരു കോമഡി സ്പീച്ച് പറയണമെന്ന് പറഞ്ഞ നാൾ മുതൽ എൻ്റെ അമ്മ ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ്. സ്പീച്ചിനുള്ള വിഷയമൊന്നും കിട്ടാതെ ഓവർ തിങ്ക് ചെയ്ത് വട്ടായപ്പോൾ എനിക്ക് തോന്നി. എന്താണ് തോന്നിയത്? അപ്പോൾ എനിക്ക് തോന്നി ഈ വിഷയം തന്നെ എൻ്റെ സ്പീച്ചിലേക്ക് എടുക്കാമെന്ന്. കുട്ടികൾ പാട്ടുപാടാൻ ഫ്ലോറിൽ കയറാൻ തുടങ്ങുമ്പോൾ മുതൽ കാട് കയറി ചിന്തിച്ച് ഉള്ള ടെൻഷനും പ്രഷറുമൊക്കെ അടിച്ചു കയറ്റുന്ന പാരൻസിനോടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു പാട്ടുപാടി തീരാൻ നേരം അതിൻ്റെ മാർക്കിനെ ഗ്രാൻഡ് ഫിനാലയുടെ മാർക്ക് പോലെ കണ്ട് കുട്ടികളെ വഴക്കു പറഞ്ഞ് അവരുടെ ആത്മവിശ്വാസത്തെ തല്ലിക്കെടുത്തുന്ന നിങ്ങളുടെ ഈ ചിന്താരീതികളെല്ലാം തന്നെ എതിർക്കപ്പെടുക തന്നെ ചെയ്യും. മോനെ, മോളെ, നന്നായിട്ട് പാടണേ എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളോട് പറയരുത്. കുട്ടികൾ പാട്ട് പഠിച്ചിട്ടുണ്ട്, അതവർ നന്നായിട്ട് തന്നെ പാടുകയും ചെയ്യും. ഡിയർ പേരൻസ്, നിങ്ങൾ അവിടെ ടെൻഷൻ അടിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് കുട്ടികൾക്കോ കുട്ടികളുടെ പാട്ടിനോ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ള കുട്ടികളോട് സ്വന്തം മക്കളെ താരതമ്യപ്പെടുത്തി എല്ലാ മക്കളെയും കുഴപ്പത്തിലാക്കുന്ന നിങ്ങളുടെ ഈ ചിന്താരീതികളിലും സ്വഭാവത്തിലും ഉടനെ തന്നെ ഒരു മാറ്റം വരുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.